പശ്ചിമ ബംഗാളിൽ തൃണമൂൽ നേതാക്കളുടെ വീട്ടിൽ ഇഡി റെയ്ഡിനെത്തിയപ്പോൾ ഉദ്യോഗസ്ഥരെ മുഴുവൻ തൃണമൂൽ നേതാക്കൾ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമാവുകയും സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം CBI കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. 2 വർഷത്തോളമായി ഇഡിയെ ആക്രമിച്ച കേസിൽ തൃണമൂൽ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുകയാണ്. നിലവിൽ അതേ രീതി തന്നെയാണ് കേരളത്തിലും സംഭവിച്ചത്. പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ അവർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകളടക്കം വിശദമായി തന്നെ എത്തിയിട്ടുണ്ട്. അതായത് വൈകാതെ കേസ് അന്വേഷിക്കാൻ CBI തിരുവനന്തപുരത്തേക്ക് എത്തും എന്നാണ് പ്രധാന കാര്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും കൂടുതൽ റിപ്പോർട്ടുകൾ ചോദിച്ചതിനെ തുടർന്ന് ഇഡി വിശദമായി തന്നെ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുകയാണ്. വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘത്തെ ആക്രമിച്ചതിന് വധശ്രമത്തിനാണ് മ്യൂസിയം പോലീസ് FIR എടുത്തിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥരുടെ വിവരണം, അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളുടെ വിശകലനം, സംസ്ഥാന സർക്കാരിന്റെയും ഗവർണറുടെയും റിപ്പോർട്ടുകൾ, വിവിധ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടുകൾ തുടങ്ങിയവ പഠിച്ച ശേഷം വിലയിരുത്തുമെന്നാണ്. പഠിച്ച ശേഷം ആദ്യം വിലയിരുത്തിയപ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് സമാനമായ സംഭവമാണ് ഇതെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുകയാണ്. ബംഗാൾ സംഭവത്തിൽ CBI അന്വേഷണം നടത്താൻ സുപ്രീം കോടതിയാണ് നിർദ്ദേശിച്ചത്. അതിന് കാരണം സംസ്ഥാനത്തെ പോലീസ് ആക്രമണം നടത്തിയവരുടെ പരിധിയിലായതാണ്. തിരുവനന്തപുരത്തെ സംഭവത്തിൽ സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാകട്ടെ ഇഡിയുടെ റെയ്ഡ് വിവരം ഔദ്യോഗികമായി ആരും അറിയിച്ചിട്ടില്ല എന്നും അതിനാൽ ആവശ്യത്തിന് പോലീസിനെ വിനിയോഗിക്കാൻ അവസരമുണ്ടായില്ല എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. പോലീസിന്റെ നടപടിയിൽ പക്ഷപാതമുണ്ടെന്ന വിവാദവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ CBI അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മനസ്സിൽ. വീണ വിജയന്റെ വീട്ടിലെ റെയ്ഡ് വിഷയത്തിൽ ഇഡി കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ധരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഇഡി ഉയർത്തുമെന്നാണ് അറിവ്. ഇഡിയെ ആക്രമിച്ച സംഭവം ഇഡി ഉദ്യോഗസ്ഥർ കോടതിയിലേക്ക് പറയുമ്പോൾ കടുത്ത ഭാഷയിൽ തന്നെ കോടതി ഇതിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതി തന്നെ സ്വമേധയാ ചിലപ്പോൾ നടപടികളെടുക്കാൻ സാധ്യതയുണ്ടാവും. CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യതയും 100% തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കോടതി ഉത്തരവിൽ CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകും. അങ്ങനെ ഇപ്പോൾ CBI അന്വേഷണം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ പാർട്ടി ഓഫീസിൽ കയറി CBI അറസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിലും യാതൊരു സംശയവും ഉണ്ടാവില്ല. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ CBIയുടെ അന്വേഷണം വരുമ്പോൾ അത് ഏറെ ഗൗരവകരമായ ഒരു രീതിയിലേക്ക് കേസ് വഴിമാറുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്രമണ സമയത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയുടെ മുന്നിലുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, MV ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ V ശിവൻകുട്ടി, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ഈ സംഘർഷവും ആക്രമണവും ഒഴിവാക്കാൻ എന്ത് ചെയ്തു എന്ന കാര്യം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും. ഇവരെയെല്ലാം വിളിച്ചു വരുത്തി CBI മൊഴിയെടുക്കുകയും ചെയ്യും. പിണറായി വിജയൻ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നടത്തിയ പ്രസംഗവും അന്വേഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറും. സംസ്ഥാന പോലീസിന്റെ നടപടി ആവശ്യത്തിന് പോലീസിനെ വിനിയോഗിക്കാതെയുള്ള ഒരു കാരണവും അത് CBIയുടെ ഒരു അന്വേഷണ വലയത്തിലേക്ക് വരും. അങ്ങനെ CBIയുടെ ഒരു വിശകലനത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പോലീസിന് എതിരെയും CBI റിപ്പോർട്ട് സമർപ്പിക്കാം. CPMന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെയും റിപ്പോർട്ട് സമർപ്പിക്കാം. അതോടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തൊരു ആക്രമണം നടത്തിയത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും CBIയുടെ അന്വേഷണം ഉറപ്പാണ്. അത് തള്ളിക്കളയാൻ പറ്റില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CBI അന്വേഷണം വേണമെന്ന് പറയുന്നു. അമിത്ഷായും നിർമ്മലാ സീതാരാമനും CBI അന്വേഷണം വേണമെന്ന് പറയുന്നു. ഇനി ഹൈക്കോടതിയിലേക്ക് ഏതാണ്ട് ദിവസത്തിനകം ഇഡി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നമ്മളെ ആക്രമിച്ചു എന്ന് ഇഡി തന്നെ പറയുമ്പോൾ CBI അന്വേഷണം വേണമെന്ന് ഇഡിയുടെ അഭിഭാഷകൻ കോടതിയെ മുമ്പാകെ പറയുമ്പോൾ കോടതി തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.